ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തപ്പോൾ ഈ ഒരൊറ്റ കറി മതിയാവും കേട്ടോ. മീനും മുട്ട ഇറച്ചിയും ഒന്നും വേണ്ട. ഒരു മാങ്ങയുണ്ടോ? എന്നാൽ പിന്നെ ഒരു അടിപൊളി കറി ഒന്ന് ഉണ്ടാക്കിയേക്കാം നമുക്ക്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം പുളിയില്ലാത്ത മാങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പുളിയുള്ള മാങ്ങ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കറി വെക്കുമ്പോൾ ആ ഒരു പുളി ആ കറി മൊത്തം ആവും. കുറച്ച് പുളിയില്ലാത്ത മാങ്ങ വെച്ച് ഈ ഒരു കറി ഉണ്ടാക്കുമ്പോഴേ ഒരു കറക്റ്റ് ടേസ്റ്റ് അതിന് കിട്ടുകയുള്ളൂ കേട്ടോ. മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അധികം കട്ടി കൂടുതലും അല്ല, അധികം കട്ടി കുറഞ്ഞും അല്ലാതെ നമ്മൾ കറിക്കൊക്കെ ഇടുന്ന പരുവത്തിൽ ഒരു നീളത്തിൽ അതുപോലാണ് കേട്ടോ ഞാൻ ഈ മാങ്ങ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരുപാട് കട്ടി കൂടി കഴിഞ്ഞാൽ വേവാൻ കുറച്ചധികം സമയം എടുക്കും. ഒരുപാട് കട്ടി കുറഞ്ഞു പോയാൽ പെട്ടെന്ന് വെന്തുടഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം സൈസ് വണ്ണത്തിലാണ് ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ നമ്മളെ മാങ്ങയെല്ലാം നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മാങ്ങ തന്നെ മതിയാവും കേട്ടോ അത്യാവശ്യം ഒരു 4-5 പേർക്കുള്ള കറി ഉണ്ടാക്കാൻ. പിന്നെ ഒരു സവാളയ്ക്ക് വരെ നിങ്ങൾക്ക് കൊച്ചുള്ളി വേണമെങ്കിൽ എടുക്കാം. പക്ഷേ നമുക്ക് പെട്ടെന്ന് കറി വെക്കണമെന്നുണ്ടെങ്കിൽ കൊച്ചുള്ളി പൊളിക്കുന്ന സമയം ലാഭിക്കാം. ഒരു സവാള തന്നെ മതിയാവും. ഒരു സവാള എടുത്തിട്ട് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അതിനൊരു സവാള നല്ലതുപോലെ നീളത്തിൽ ഞാൻ കനം കുറച്ചരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മളെ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്നാൽ അതും കട്ടി കുറഞ്ഞൊന്ന് അരിഞ്ഞെടുക്കണമെന്നേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സവാള എടുത്തത്. അതിന് സവാളയൊക്കെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക് അല്ലെങ്കിൽ 3 പച്ചമുളക്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത്ര ഐറ്റംസാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയത് ഞാനിവിടെ തേങ്ങാപ്പാലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും വേറെ വേറെ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചട്ടിയിലാണ് കേട്ടോ കറി വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇരുമ്പ് ചട്ടിയിലോ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ ഏതിൽ വേണമെങ്കിലും വെക്കാം. പക്ഷേ ഈ ഒരു കറി ചട്ടി വെക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റ് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഏതൊരു കറിയായാലും ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചട്ടിയിലേക്ക് നമ്മുടെ സവാളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും നമ്മളെ ഇഞ്ചിയും ഒരല്പം ഉപ്പും ഒരല്പം എണ്ണയും കൂടെ ചേർത്ത് നമ്മുടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞവടിയെടുക്കുക. നമ്മൾ എത്രത്തോളം കൈവച്ച് നന്നായിട്ട് ഞവടിയെടുക്കുന്നു അത്രത്തോളം ആ കറിവേപ്പിലയൊക്കെ ഉടഞ്ഞു വരുന്ന ആ കറിവേപ്പിലയുടെ ഒരു പ്രത്യേക മണവും രുചിയാണ് കേട്ടോ ഉള്ളിലേക്ക് കിട്ടുക. അപ്പം നന്നായിട്ട് കൈവച്ച് ഒന്ന് ഉടച്ചെടുക്കുക. ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ നമുക്ക് കറി അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഉടയ്ക്കുന്നതിലാണ് കേട്ടോ ഈ കറിയുടെ മുഴുവൻ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഞാൻ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളകാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് ആ പൊടികളും ഈ ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് കൈവച്ച് ഞവടിയെടുക്കുക. അത് നല്ലതുപോലെ ഒന്ന് ഞവടി ആ പൊടിയും ഉള്ളിയും എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ കൂടെ ഞാൻ ഈ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മാങ്ങ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കൈവച്ച് ഞവടിയെടുക്കുക. ഞെരടിയെടുക്കുക എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. ഇങ്ങനെ ഈ മാങ്ങയും ഉള്ളി എല്ലാം കൂടി ഇങ്ങനെ ഞെരടി എടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ തന്നെ ഇത് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. മാങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഞെരടി ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ചധികം നേരം നമ്മൾ കൈവച്ച് ഇങ്ങനെ ഞെരടി എടുക്കണം കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ്. നമ്മൾ കൈവച്ച് ഏതൊരു സാധനം ഞെരടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിലേക്ക് നമ്മുടെ 2-ാം പാൽ ഒഴിച്ച് ഞാൻ അടുപ്പത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിരുന്ന് ആ ഒരു തേങ്ങാപ്പാലിൽ കിടന്ന് നമ്മുടെ ഉള്ളിയും പച്ച മാങ്ങയും ഒന്ന് വെന്ത് വരണം. അപ്പം ഞാൻ കുറച്ചൊന്ന് ഇടയ്ക്ക് വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഞാൻ വേവിക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് വെന്ത് ആ സവാളയും പച്ചമാങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ 1-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം കറി തിളച്ച് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കറി തിളച്ച് കഴിഞ്ഞാൽ അത് പിരുന്ന് കിടക്കും. അതുകൊണ്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഈ കറി ഒന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്ത് കറി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് കൊച്ചുള്ളി കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയ ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം മാത്രം 2 വറ്റൽമുളക് പൊട്ടിച്ചതും കൂടി ഇട്ട് ഒരല്പം കറിവേപ്പില ഉണ്ടെങ്കിൽ ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കടുവറുത്തെടുത്തത് നമ്മുടെ ഈ കറിയിലൂടെ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.
ഇതുവരെ മാങ്ങ ഇങ്ങനെ കറി വെച്ചിട്ടില്ല എങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളടുത്ത് വരുന്നത് വരെ ടാറ്റാ.